ഒരു ദരിദ്രനായിട്ടുള്ള ആള് അതിദരിദ്രനായി മാറാൻ അധിക സമയം വേണ്ട കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അത് ഏത് മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇത് തുടർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട്. ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി തിരുത്താനുള്ള സന്നദ്ധതയും ഏത് സർക്കാരായിരുന്നാലും ശരി കൃത്യമായി നിറവേറ്റുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള നിലയിൽ അടച്ചാക്ഷേപിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ ഡി സുരേഷ് കുമാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇത്രയധികം പണം ചെലവാക്കിയതും മറ്റുമൊക്കെ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി സംസ്ഥാനം മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. നമുക്കിവിടെ ഇനി എക്സ്ട്രീം പോവർട്ടി ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇനി ഈ പറയുന്ന പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി നമ്മൾ ഇതുവരെ സ്വീകരിച്ചിരുന്ന സമീപനത്തിൽ മാറ്റം വരുമോ എന്നുള്ളതാണ്. മധു, എനിക്ക് ഈ മൂന്നാളുകൾക്കും മറുപടി പറയുന്നതിനുള്ള ഒരല്പസമയം കൂടുതൽ അനുവദിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗവുമൊക്കെ കേട്ടിട്ടും ഈ അന്ധമായ ഞാൻ നിൽക്കുന്നത് ചുറ്റും ഇവിടെ ഈ സമൂഹത്തെ മൊത്തം ഇരുട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രകാശ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഇടക്കേറി പറയാൻ എനിക്ക് താങ്കൾ സംസാരിച്ചപ്പോഴും എനിക്ക് ഇടക്കേറി പറയാമായിരുന്നു. താങ്കളൊരു ഇതെന്താ ഇങ്ങനെ പറയരുത്. ഒറ്റ കാര്യം കൃത്യമായി ഇതിനൊരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് ഒരു റെഡ് കോഡും ഓറഞ്ച് കോഡും നിശ്ചയിച്ച് അതിതീവ്ര ഘടകങ്ങളും ക്ലേശ ഘടകങ്ങളും ഒക്കെ നിശ്ചയിച്ചാണ് ഈ പറയുന്ന എണ്ണത്തിൽ നിന്നും 64,006 എന്ന എണ്ണത്തിലേക്ക് കൃത്യമായി എത്തിച്ചേർന്നത്. അത് മനസ്സിലാക്കാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ എണ്ണമല്ല. അതിനകത്ത് വളരെ കൃത്യമായി ഈ പ്രസംഗത്തിനകത്ത് പറഞ്ഞു, നമ്മൾ പിന്നിട്ടിരിക്കുന്നത് ഒരു നാഴികക്കല്ലാണ്, മൈൽ സ്റ്റോണാണ് പിന്നിട്ടിരിക്കുന്നത്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ മാധ്യമ പ്രവർത്തകരും ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുമൊക്കെ അടിക്കടി ചൂണ്ടിക്കാണിച്ചെന്നിരിക്കും, ഇനിയും ഈ മേഖലയിൽ ഒരു ദരിദ്രനായിട്ടുള്ള ആള് അതിദരിദ്രനായി മാറാൻ അധിക സമയം വേണ്ട കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അത് ഏത് മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇത് തുടർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട്. ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി തിരുത്താനുള്ള സന്നദ്ധതയും ഏത് സർക്കാരായിരുന്നാലും ശരി കൃത്യമായി നിറവേറ്റുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള നിലയിൽ അടച്ചാക്ഷേപിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പ്രളയത്തിൽ നമ്മൾ തീവ്രമായ നിലയിലേക്ക് പോയി. ആ സമയത്ത് എന്താ സംഭവിച്ചത്? തന്ന അരിയുടെ വിഹിതം കണക്ക് പറഞ്ഞ് വാങ്ങുകയാണ്. ഒരു പ്രതിഷേധ ശബ്ദം ഉണ്ടായിട്ടുണ്ടോ? ഹെലികോപ്റ്റർ വാടക കൃത്യമായി വാങ്ങാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നൊരു സംസ്ഥാനം കൃത്യമായി കിട്ടേണ്ടുന്ന വിഹിതം പോലും അതിനുവേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഭരണസിരാ കേന്ദ്രത്തിൽ പോയി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLA-മാർക്കും സമരം ചെയ്യേണ്ടി വരുന്നൊരു സംസ്ഥാനം അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോഴാണ് കൃത്യമായി ഈ കാര്യങ്ങളിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ട് മുന്നോട്ട് പോകുന്നത്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുന്നു, അവരെ ക്ലേശഘടകങ്ങളെ തരംതിരിക്കുന്നു, ആ ക്ലേശഘടകങ്ങൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കുന്നു, പൂർണ്ണമായും അവരെ അതിൽ നിന്ന് മോചിതരാക്കുന്നു. തുടർന്ന് ഇനിയുള്ളൊരു ദിവസം 1-2 കുടുംബങ്ങൾ കൂടെ ആ വഴിയിലേക്ക് പോയാൽ അവരെ അതിൽ നിന്ന് മടക്കിക്കൊണ്ടുവരിക. ഇതൊരു കണക്കെടുത്ത് വെച്ചിട്ട് പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക് ഇതാണ്, ഈ കണക്കുമായി സാമ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കണക്കല്ലേ? അതെ, ആ പ്ലാനിംഗ് ബോർഡിന്റെ കണക്കിനെയാണ് റെഡ് കോഡും ഓറഞ്ച് കോഡും വെച്ച് തരംതിരിച്ച് കൃത്യമായിട്ടുള്ള വേർതിരിവുണ്ടാക്കിയെടുത്ത് അവരിലേക്ക് സർക്കാർ എത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എത്തുമ്പോൾ കേരളത്തിൽ വരുന്ന 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ളവരാണ്. അവരാണ് ഈ ഉദ്യമം ഏറ്റെടുത്തത്. അവരും കൂടെ ചേർന്ന ടീമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒറ്റ യൂണിറ്റായി കാണാൻ നമ്മൾ ശ്രമിക്കണം. അതിൽ 60% ലെഫ്റ്റ് ആണെങ്കിൽ 40% റൈറ്റ് ആണ്. ഈ രണ്ടാളുകളും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ ഈ അതിദരിദ്ര വിമുക്ത സംസ്ഥാനത്തിലേക്ക് കൈപിടിച്ചാനയിച്ചത്. അതിനെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയാണ്. ഇത് തട്ടിപ്പ് കൊണ്ട് കൊട്ടാരം പണിയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം നേടുന്ന നേട്ടങ്ങൾ ഒന്നുമേ നേട്ടങ്ങളല്ല. ഞാൻ ചോദിക്കട്ടെ, 957 ഗവൺമെൻറ് ഭൂപരിഷ്കരണ ബില്ല് നടപ്പിലാക്കുന്നു, വിദ്യാഭ്യാസ ബില്ല് നടപ്പിലാക്കുന്നു. വിദ്യാഭ്യാസ ബില്ലിലൂടെ ഈ സംസ്ഥാനത്ത് സ്കൂൾ പ്രായമെത്തിയ ഒരു കുഞ്ഞ് പോലും സ്കൂളിൽ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കാലയളവിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ് കൊണ്ടാണ് ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോയില്ല എന്ന് സമൂഹം അന്വേഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. ഇതൊരു ദിനം കൊണ്ടുണ്ടായതല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ അത് അങ്ങ് ആ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്,
ഈ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതൽ ഇങ്ങോട്ട് സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് അങ്ങ് പറയുകയാണ്, വിദ്യാഭ്യാസ അവകാശം അടക്കമുള്ള കാര്യങ്ങൾ. 5583 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സർക്കാർ ചെയ്തു എന്ന് പറയുന്നത്. ഞങ്ങൾ 5 വർഷം ഭരിക്കുമ്പോൾ നാട് വികസനത്തിൽ പോകും, പിന്നീട് 5 വർഷം വരുമ്പോൾ അത് താഴ്ന്നു പോകും എന്നാണ് പറയുന്നത്. ഈ മാറി മാറി കിട്ടിയ 5 വർഷത്തിനിടയിൽ ഇപ്പോഴും 5583 കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രശ്നം നേരിടുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ നാണക്കേടും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും പ്രതിപക്ഷത്തിനൊപ്പം പങ്കുവെക്കുമോ? അതോ ആ പ്രശ്നം മാത്രം പ്രതിപക്ഷം ഭരിച്ച 5 വർഷക്കാലം ഉണ്ടായതാണോ? അതാണ് സൂചിപ്പിച്ചത്. ഈ ഉപക്ലേശ ഘടകങ്ങളിലൂടെ ഇത്തരം ചെറിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു മറുചോദ്യം ഞാൻ ചോദിക്കുകയാണ്. 957 ഗവൺമെൻറ് ഭൂപരിഷ്കരണ ബില്ല് നടപ്പിലാക്കി, വിദ്യാഭ്യാസ ബില്ല് നടപ്പിലാക്കി, പിന്നീട് വന്ന സർക്കാർ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം നടത്തി, ജനകീയ ആസൂത്രണം നടത്തി, ഇന്നിപ്പോൾ അതിദരിദ്ര സർവേ സമ്പൂർണ്ണമായി നടപ്പിലാക്കുന്നു. ഈ രൂപത്തിലേക്ക് കേരളത്തിന് നാഴികക്കല്ലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള വികസന പ്രവർത്തനം സാധ്യമാക്കിയത് ആര്? അതാണ് ചോദ്യം. അവിടെ സമ്പൂർണ്ണമായിട്ടുണ്ടോ? ഇനിയും അക്ഷരം വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരില്ലേ? സ്കൂളിൽ ഏതെങ്കിലും കുഞ്ഞ് സ്കൂളിലേക്ക് പോകാതിരിക്കുന്നുണ്ടോ? ബാലവേല നടപ്പിലാകുന്നുണ്ടോ? ഇനിയും കിടപ്പാടമില്ലാത്തവരുണ്ടോ? വീട് 5 ലക്ഷം വീട്, ലൈഫ് ഭവന പദ്ധതി 4 മിഷൻ ഇവിടെ സ്ഥാപിച്ചു. 4 മിഷൻ കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ. ഹരിത കേരളം, ലൈഫ്, ആർദ്രം, അതുപോലെ തന്നെ 4 മിഷൻ ഇവിടെ. ആർദ്രം, ലൈഫ്, ഹരിത കേരളം, ഇങ്ങനെ 4 മിഷൻ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 5 ലക്ഷം വീടെന്ന ഉദ്യമം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പറയാണ് 5 ലക്ഷമല്ല, ഇനിയും കൂടുതൽ വീടുകളുണ്ട്, ഉണ്ടാവും. ആ ഉണ്ടാവുന്ന വീടുകൾ കൂടെ ചെയ്തു കൊടുക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്കും 5 ലക്ഷം വീടല്ല, ഇനിയും കൂടുതൽ വീടുണ്ട് എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണം. അവിടെ അപേക്ഷ കിട്ടിയിരിക്കുന്നതിൽ 1.5 ലക്ഷം വീടുകൾ ഇനിയും കൊടുക്കാനുണ്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പാർപ്പിട സൗകര്യം ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിദരിദ്ര മുക്ത സംസ്ഥാനമാകുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ ചോദ്യം. ഞാൻ ആ ചോദ്യത്തെ വെക്കുകയല്ല ചെയ്തത്, ചോദ്യം എന്താണ് എന്ന് പറയുകയാണ് ചെയ്തത്.